യഥാർത്ഥത്തിൽ ഇത് KFC-യുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആകുന്നതിന് മുമ്പ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏകദേശം 9.5 കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത്. അതിൽ 6 കോടി രൂപ റീപേയ്മെൻറ്റ് നടത്തിയതാണ്. പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റീപേയ്മെൻ്റ് ഒന്നും നടന്നിരുന്നില്ല. എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ED അന്വേഷണം ഇല്ലാത്ത നേതാക്കന്മാരാണ് ഉള്ളത്. രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധി തൊട്ട് അദ്ദേഹം തൊട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ED അന്വേഷണങ്ങളുണ്ട്. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല.